മോർണിംഗ്. നമ്മളുടെ പൊല്യൂഷന്റെ മോഡലിലെ ലാസ്റ്റ് പാർട്ട് ആണ് എക്സ്പ്ലെയിൻ EIA ആൻഡ് നീഡ് ഫോർ EIA ബൈ ഇംപ്ലിമെന്റിംഗ് പ്രോജക്ട്സ്. എൻവയറമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് എന്താണെന്നും അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ആവശ്യം എന്താണെന്നും, അതായത് പരിസ്ഥിതിക ആഘാതം, അതായത് നമ്മൾ ചെയ്യുന്ന ഒരു വർക്ക് മൂലം പരിസ്ഥിതിക്ക് എന്തുമാത്രം ആഘാതം ഉണ്ടാവുന്നു പഠിച്ചിട്ട് അത് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അതാണ് EIA കൊണ്ട് ഉദ്ദേശിക്കുക. അതായത് നമ്മൾ ചെയ്യുന്ന എല്ലാ പണികളും പരിസ്ഥിതിക്ക് ആഘാതം ഉണ്ടാക്കുന്നതാണ്. അതായത് ഒരു കെട്ടിടം പണിതാലും ഫ്ലാറ്റ് പണിതാലും ഒക്കെ പരിസ്ഥിതി ആഘാതം ഉണ്ടാക്കും. പരിസ്ഥിതി ലോലമായ പ്രദേശങ്ങളാണെങ്കിൽ അവിടെ അത് ഒഴിവാക്കണം, കുറയ്ക്കാനേ പറ്റുള്ളൂ. ഇപ്പൊ നമ്മള് കസ്തൂരിരംഗൻ റിപ്പോർട്ടാണെങ്കിലും മാധവ് ഗാഡ്ഗിലിന്റെ റിപ്പോർട്ടാണെങ്കിലും അതിലെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ പരിസ്ഥിതി ലോല പ്രദേശമാണെങ്കിൽ അവിടെ നിർമ്മാണങ്ങൾ പാടില്ലെന്നല്ല, അത് വളരെ കുറച്ച് മിതമായ നിരക്കിലാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് EIA കൊണ്ട് ഉദ്ദേശിക്കുക. അപ്പൊ EIA നടത്തുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് പരിസ്ഥിതി ആഘാതം എത്ര ഉണ്ടാകുന്ന മനസ്സിലാക്കുക. ഇപ്പം ഒരു പുഴ ഒഴുകിപ്പോകുന്ന സ്ഥലത്ത് ഒരു കെട്ടിടം പണിയാൻ നോക്കുകയാണെങ്കിൽ അത് പറ്റില്ലെന്ന് പറയണം. അതുകൊണ്ടാണ് EIA പറയുക. EIA എന്തിനാണ് ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല്, an environmental impact assessment is an analytical process for systematically examine the possible environmental consequences of implementing the project. ഇപ്പോൾ പുഴ ഒഴുകിപ്പോകുന്ന ഒരു വെള്ളപ്പൊക്കം എല്ലാ കൊല്ലവും ഉണ്ടാകുന്ന ഒരു സ്ഥലമാണെങ്കിൽ അവിടെ ഒരു കെട്ടിടം പണിയാൻ നമ്മൾ അനുവദിച്ചുകൂടാം. ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രളയം വരുമ്പോൾ അത് മുങ്ങിപ്പോകും. അങ്ങനെയുള്ള കാര്യങ്ങൾ അസസ് ചെയ്യാനുള്ള ഒരു മെത്തഡാണ് EIA. And EIA can be seen as a process of identifying and predicting and evaluating the likely environmental, socio-economic, culture and other impact of proposed project or development and define mitigation action, not only to reduce negative impact but also provide positive contribution to the natural environment. അതായത് EIA can be seen as a process of identifying, predicting and evaluating the likely environmental product. അതായത് EIA കൊണ്ട് വേറൊരു ഗുണം കൂടി ഉള്ളത്, നമുക്കിപ്പോ ഒരു സ്ഥലത്ത് അത് പണിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ EIA അസസ് ചെയ്തിട്ട് ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും, അങ്ങനെയാണെങ്കിൽ അതിനുള്ള മിറ്റിഗേഷൻസ്, അതായത് നമ്മൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനോ രക്ഷപ്പെടുത്താനോ ഉള്ള കാര്യങ്ങൾ ആലോചിക്കാം. അങ്ങനെയും ഒരു ഗുണം കൂടി EIAക്കുണ്ട്. അതായത് എല്ലായിടെയും വെള്ളപ്പൊക്കം ഉണ്ടാവും, പക്ഷെ നമുക്ക് അവിടെ ഒരു കെട്ടിടം അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് അവിടെ പണിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അവിടെ ഇന്ന കാര്യങ്ങൾ ചെയ്ത് സേഫ്റ്റി മെഷേഴ്സ് നമുക്കുണ്ട്. അതായത് ഇത്ര മഴ പെയ്തു കഴിഞ്ഞാൽ അവിടെ ആളുകൾ ഒഴിഞ്ഞു പോകണം, അങ്ങനെയൊക്കെ നമുക്ക് അവർക്ക് സൂചനകൾ കൊടുക്കാനും EIA മൂലം പറ്റും. EIAയുടെ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്ന്, EIAയുടെ പ്രോസസ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ സാധാരണ സ്റ്റെപ്പ് ഇത്രേ ഉള്ളൂ: സ്ക്രീനിങ്, സ്കോപ്പിംഗ്, കളക്ടിങ് ബേസ് ലൈൻ ഡേറ്റ, ഇമ്പാക്ട് പ്രഡിക്ഷൻ, അസസ്മെന്റ് ഓഫ് ഓൾട്ടർനേറ്റീവ്സ്, പ്രിപ്പയറിംഗ് EMP എന്ന് പറഞ്ഞാൽ എൻവയറമെന്റൽ മാനേജ്മെന്റ് പ്ലാൻ, പിന്നെ പബ്ലിക് ഹിയറിംഗ്, ഡിസിഷൻ മേക്കിംഗ്, മോണിറ്ററിംഗ് ആൻഡ് പോസ്റ്റ് പെർഫോമൻസ്. അതായത് ഇത് ശരിക്കും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് എന്തിനാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളുടെ കണ്ണിൽ പൊടിയിടാനായിട്ടാണ്. ശരിക്കുള്ളതെന്ന് വെച്ചാൽ സ്ക്രീൻ ചെയ്ത് അതിന്റെ സ്കോപ്പ് കൊടുത്ത് കളക്ടിങ് ബേസ് ലൈൻ ഡേറ്റ, അതായത് ആ ഭൂമിയിലുള്ള പ്രശ്നങ്ങൾ മുഴുവൻ പഠിക്കാം. ഇമ്പാക്ട് പ്രഡിക്ഷൻ, അതായത് ഇവിടെ ഇങ്ങനെ ഒരു കെട്ടിടം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വസ്തു നമ്മൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ കുറിച്ചുള്ള പ്രഡിക്ഷൻസ്, അതായത് വെള്ളപ്പൊക്കം ഉണ്ടാവാം, അല്ലെങ്കിൽ ഈ കെട്ടിടത്തിൽ വേറെ എന്തെങ്കിലും പ്രശ്നം, ഭൂമിയൊക്കെ ഉണ്ടാവാം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് പറയാം. പിന്നെ പ്രിപ്പയറിംഗ് EMP, എൻവയറമെന്റൽ മാനേജ്മെന്റ് പ്ലാൻ. പിന്നെ നമുക്ക് ഇവിടെ പണിയണം നിർബന്ധമാണെങ്കിൽ അത് ആഘാതം കുറച്ച് എങ്ങനെ ഉണ്ടാക്കാം എന്നുണ്ട്. അസസ്മെന്റ് ഓഫ് ഓൾട്ടർനേറ്റീവ് അതുണ്ടെങ്കിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അത് പ്ലാൻ ചെയ്യാം. അതല്ലെങ്കിൽ പ്രിപ്പയറിംഗ് ഫോർ EMP, എൻവയറമെന്റ് മാനേജ്മെന്റ് പ്ലാൻ. പിന്നെ പബ്ലിക് ഹിയറിംഗ്, ജനങ്ങളെ വിളിച്ച് നമുക്ക് സംസാരിക്കാം ഏജൻസിക്ക്. പിന്നെ ഡിസിഷൻ മേക്കിംഗ്, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. പിന്നെ മോണിറ്ററിംഗ് ആൻഡ് പോസ്റ്റ് പെർഫോമൻസ്, പിന്നെ മോണിറ്റർ ചെയ്തിട്ട് നമ്മൾ പിന്നെ അത് ഉണ്ടാക്കും. ഇത്രേ ഉള്ളൂ. Key stages in environmental assessment process include screening, alternative, preliminary assessment, scoping, mitigation. Mitigation എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് പോസിബിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ, അതായത് മിറ്റിഗേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വെള്ളപ്പൊക്കം ഉണ്ടാകണം, പിന്നെ അവിടെ കുറെ വഞ്ചി ഉണ്ടാക്കി വെക്കുക, ആൾക്കാരോട് നേരത്തെ പോവാ, അങ്ങനെയുള്ള പ്രോസസ്സുകളാണ് മിറ്റിഗേഷൻ എന്ന് പറയുമ്പോൾ. പിന്നെ എന്താണ് മെയിൻ EIA സ്റ്റഡി ആൻഡ് എൻവയറമെന്റ് മാനേജ്മെന്റ് റിവ്യൂ ആൻഡ് മോണിറ്ററിംഗ്. ഇത്രയും നമ്മൾ തേർഡ് മോഡ്യൂൾ കഴിഞ്ഞ്. പിന്നെ എക്സ്പ്ലെയിൻ ദി റോൾ ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ ടു കൺട്രോൾ വേരിയസ് ആസ്പെക്ട്സ് ഇൻ എൻവയറമെന്റൽ പൊല്യൂഷൻ.
എന്തൊക്കെയാണ്? എക്സ്പ്ലെയിൻ ദി കേസ് സ്റ്റഡി ഓഫ് കോസ് ഓഫ് ഇഫക്റ്റ് ഓഫ് ഈച്ച് കാറ്റഗറി ഓഫ് പൊല്യൂഷൻ. അപ്പൊ നമ്മൾക്ക് എല്ലാ പൊല്യൂഷന്റെയും ഓരോ പൊല്യൂഷൻ എടുത്തിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു നമുക്കൊരു കേസ് സ്റ്റഡി നടത്താം. പരീക്ഷയ്ക്ക് ചോദിക്കും. ഇപ്പൊ ഭോപ്പാൽ ട്രാജഡി എങ്ങനെ ഉണ്ടായി, അതിനെന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, ഫുക്കുഷിമയിൽ എന്താണ് നടന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും. ഓരോ കേസ് സ്റ്റഡി എന്താണെങ്കിലും നമുക്ക് ചോദിക്കും. ഇത്രയാകുമ്പോഴത്തേനും മോഡ്യൂൾ 3